കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരത്തിനുമേൽ വീണ്ടും നിരാശയുടെ കരിനിഴൽ വീണിരിക്കുന്നു. പരിശീലക വേഷത്തിൽ ആഷ്ലി വെസ്റ്റ്വുഡ് എത്തിയിട്ടും മൈതാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ വിധിക്ക് മാറ്റമൊന്നുമില്ല. സ്പോർട്ടിംഗ് ഡൽഹിയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെ ലീഗിലെ 6ാം തോൽവിയും ഏറ്റുവാങ്ങി. ആദ്യ പകുതിയിലും 2ാം പകുതിയിലും വഴങ്ങിയ ഓരോരോ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ പതനം പൂർത്തിയാക്കി. തോൽവിയുടെ കയ്പ് കുടിച്ച ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിന്റെ അഗാധതയിലേക്ക് ഉപ്പുകുത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ സ്പോർട്ടിംഗ് ഡൽഹി ആധിപത്യം പുലർത്തിയിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ കളത്തിലിറങ്ങിയ ഡൽഹി നിരക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം പലപ്പോഴും വിറച്ചുപോയി. പന്തടക്കത്തിലും പാസിംഗിലും ഡൽഹി കാണിച്ച കൃത്യത ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ നിന്നും വിട്ടുനിന്നു. കളിയുടെ 36ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സമ്മർദ്ദത്തിലാക്കി ഡൽഹി തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത്. അതും ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് നിറച്ചിരുന്ന മലയാളി പയ്യൻ ഐമൻ. ആദ്യ ഗോൾ വഴങ്ങിയതോടെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു. മധ്യനിരയിൽ നിന്ന് മുന്നേറ്റ നിരയിലേക്ക് പന്തുകൾ എത്തിക്കാൻ താരങ്ങൾ പണിപ്പെട്ടെങ്കിലും ഫിനിഷിങ്ങിലെ പോരായ്മകൾ വിനയായി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ 1-0 എന്ന നിലയിലായിരുന്നു. 2ാം പകുതിയിൽ പുതിയ തന്ത്രങ്ങളുമായി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ച ആരാധകരെ കാത്തിരുന്നത് വീണ്ടും നിരാശയായിരുന്നു. ആക്രമണം ഫുട്ബോൾ പുറത്തെടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചെങ്കിലും ഡൽഹിയുടെ പ്രതിരോധം ഉരുക്കൻ പാറ കണക്കെ ഉറച്ചുനിന്നു. മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് കടന്നതോടെ ബ്ലാസ്റ്റേഴ്സ് സമനിലക്കായി സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് മുന്നേറി. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച അവസരം മുതലാക്കി മതീജ ബുബോവിച്ച് ഡൽഹിയുടെ 2ാം ഗോളും ജയവും ഉറപ്പിച്ചു. ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിക്ക് അതോടെ പൂർണ്ണതയായി. ഡേവിഡ് കാറ്റാലക്ക് പകരമെത്തിയ പുതിയ പരിശീലകൻ വെസ്റ്റ്വുഡിന് തോൽവിയോടെ തുടങ്ങേണ്ടി വന്നത് മാനേജ്മെന്റിനും വലിയ തിരിച്ചടിയാണ്. ടീമിനെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കാനുള്ള വെസ്റ്റ്വുഡിന്റെ ആദ്യ പരീക്ഷണം പാളിയിരിക്കുന്നു. തുടർച്ചയായ പരാജയങ്ങൾ തുടർന്നാണ് കാറ്റാലയെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. കാറ്റാലയ്ക്ക് കീഴിൽ കളിച്ച ഒരു മത്സരത്തിൽ പോലും ടീമിന് ജയം കണ്ടെത്താനായിരുന്നില്ല. മിഖായൽ സ്റ്റാറക്ക് പകരക്കാരനായി കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നിലൂടെയാണ് ടീം ഇപ്പോൾ കടന്നുപോകുന്നത്. സീസണിൽ കളിച്ച 7 മത്സരങ്ങളിൽ 6ലും ടീം പരാജയപ്പെട്ടു. ഒരേയൊരു മത്സരത്തിൽ മാത്രമാണ് ടീമിന് സമനിലയെങ്കിലും പിടിക്കാനായത്. നിലവിൽ വെറുമൊരു പോയിന്റുമായി ISL പട്ടികയിൽ 13ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ടൂർണമെന്റിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ടീമായി കൊമ്പന്മാർ മാറിയിരിക്കുന്നെന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ്. ഇതിനു മുമ്പ് കൊച്ചിയിൽ നടന്ന ഹോം മാച്ചിലും ടീമിന് ദയനീയമായി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പഞ്ചാബ് FCയോട് 3-1 സ്കോറിങ്ങിനാണ് അന്ന് ബ്ലാസ്റ്റേഴ്സ് തകർന്നത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ പോലും പോരാട്ടവീര്യം പുറത്തെടുക്കാൻ ടീമിന് സാധിക്കുന്നില്ല. ഈ തുടർച്ചയായ പരാജയങ്ങൾ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ വരാനിരിക്കുന്ന ഹോം മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മഞ്ഞപ്പട ഇതിനോടകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടീമിന്റെ മോശം പ്രകടനത്തെക്കാൾ ഉപരി ക്ലബ്ബ് മാനേജ്മെന്റിന്റെ നയങ്ങളിലുള്ള കടുത്ത പ്രതിഷേധമാണ് ഈ ബഹിഷ്കരണത്തിന് പിന്നിലെ പ്രധാന കാരണം. ആരാധകരുടെ വികാരങ്ങൾ മാനിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ISLലെ ഏറ്റവും കരുത്തരായ ആരാധക കൂട്ടായ്മയാണ് മഞ്ഞപ്പട. ഗാലറികളെ മഞ്ഞക്കടലാക്കി മാറ്റി ടീമിന് കരുത്ത് പകർന്നിരുന്ന അവർ ഇനി ഗാലറിയിൽ ആരവം മുഴക്കാനുണ്ടാവില്ല. മൈതാനത്തെ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നത് പോലെ ആരാധകരുമായുള്ള ക്ലബിന്റെ ബന്ധത്തിലും വിള്ളലുകൾ വീണിരിക്കുന്നു. മാനേജ്മെന്റ് തലപ്പത്ത് മാറ്റം വന്നിട്ടും കളിക്കാരുടെ പ്രകടനത്തിൽ കാതലായ മാറ്റങ്ങൾ കാണുന്നില്ല. ടീം കോമ്പിനേഷനിലെ പിഴവുകളും പ്രതിരോധത്തിലെ വിള്ളലുകളും ഓരോ മത്സരത്തിലും ആവർത്തിക്കപ്പെടുകയാണ്. സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരായ മത്സരത്തിൽ വ്യക്തമായ ഒരു ആക്രമണ പദ്ധതി പോലും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. മധ്യനിരയും മുന്നേറ്റനിരയും തമ്മിലുള്ള ഒത്തിണക്കമില്ലായ്മ ടീമിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. പുതിയ പരിശീലകൻ വെസ്റ്റ്വുഡിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. തകർന്നുപോയ ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകരെ തിരികെ സ്റ്റേഡിയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിന് നടത്തേണ്ടി വരും. അടുത്ത മത്സരങ്ങൾ ജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമാവില്ല. ഓരോ പോയിന്റും വിലപ്പെട്ടതാണെന്നിരിക്കെ ഇനിയും പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്നത് ടീമിന് ISL ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് എത്തിക്കും. ടീമിനുള്ളിലെ അഴിച്ചുപണികൾ ഉടൻ നടത്തിയില്ലെങ്കിൽ ഇത്തവണ സീസൺ ബ്ലാസ്റ്റേഴ്സിന്റെ കേവലം കടം തീർക്കൽ മാത്രമായി മാറും. പ്രമുഖ താരങ്ങളുടെ ഫോമിലായ്മയും ടീമിനെ അലട്ടുന്ന പ്രധാന ഘടകമാണ്. ടീമിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യം അത്രയൊന്നും ശുഭകരമല്ല. മഞ്ഞപ്പടയുടെ ബഹിഷ്കരണം എത്രത്തോളം ഫലപ്രദമാകുമെന്നും മാനേജ്മെന്റ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം. പ്രതിഷേധം കനക്കുമ്പോഴും ടീമിന്റെ പ്രകടനം മെച്ചപ്പെടുമോ എന്നതും മറ്റൊരു കാര്യം. പരാജയങ്ങളുടെ കയത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് എന്ന നൗകയെ കരകയറ്റാൻ വെസ്റ്റ്വുഡിന്റെ മാന്ത്രിക വടിക്ക് സാധിക്കുമോ? ആരാധകർ ഇപ്പോഴും ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യമേറെ കഠിനമാണ്.
തകർച്ചയിൽ നിന്നും വിജയത്തിലേക്കുള്ള ദൂരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വളരെ വലുതാണ്.